ഹലോ ഗൈസ്, അപ്പോൾ ഈ ക്രിസ്മസിന് അതായത് ഡിസംബർ 25 റിലീസ് ആകുമ്പോൾ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഡയറക്ട് ചെയ്ത പടമാണ് ബറോസ്. പക്ഷെ അതിന് വലിയ രീതിയിൽ ഹൈപ്പോ എക്സ്പെക്ടേഷനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇതേപോലെ തന്നെ ക്രിസ്മസിന് വലിയ ഹൈപ്പൊന്നും ഇല്ല റിലീസായി, പക്ഷേ വലിയ രീതിയിൽ ഹിറ്റായ രണ്ട് മോഹൻലാൽ പടത്തിനെ പറ്റി ഞാൻ ചിന്തിച്ചത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ പടം എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഇതേ ഒരു ടൈമിൽ, അതായത് ഡിസംബർ 21 റിലീസായ നേരെന്ന് പറഞ്ഞ പടമാണ്. അപ്പോൾ നമ്മുടെ ജിത്തു ജോസഫും ലാലേട്ടനും നാലാമതായിട്ട് ഒന്നിക്കുന്ന പടമാണ് നേര്. അപ്പോൾ അതിൻ്റെ എക്സ്പെക്ടേഷനൊക്കെ വെച്ചാണ് ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിൽ പോയിക്കൊണ്ട് ഫസ്റ്റ് ഷോ. അപ്പോൾ തിയേറ്ററിൽ ഒരു 70% ആൾക്കാരൊക്കെ ഫുള്ളായിരുന്നു. അപ്പോൾ തിയേറ്ററിൽ കയറി പടം തുടങ്ങി, അടിപൊളിയായിട്ട് പടം തീരുന്നവരെ അടിപൊളിയായിട്ടിരുന്ന ശരിക്കും നല്ല സൂപ്പർ ഒരു പടമായിരുന്നു നേര്. ഇപ്പം പടം കണ്ട് കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് കഴിഞ്ഞ വർഷം തിയേറ്ററിൽ ഇറങ്ങി വന്നത്, ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഇറങ്ങി വന്നത്. അപ്പോൾ ആ പടം അതേപോലെ തന്നെ ബോക്സ് ഓഫീസിലും വലിയൊരു ഹിറ്റായിരുന്നു. അത് 80 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് അത്രയും വലിയൊരു ഹിറ്റായ പടമാണ്. ഇപ്പം ലാലേട്ടൻ്റെ ഇനിയും ഒരു ഹിറ്റ് പടം വരത്തില്ല പലരും പറഞ്ഞിട്ടുള്ള ടൈമിൽ നേര് വന്ന് വലിയൊരു ഹിറ്റ് അടിച്ച് പോയി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പടം എന്ന് വെച്ചാൽ നമ്മുടെ മിക്ക മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് ആയിട്ടൊരു പടമായിരിക്കും. അതുപോലെ തന്നെ മലയാളത്തിൽ തന്നെ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ത്രില്ലേഴ്സിൽ ഒന്നായ പടം. പിന്നെ നമ്മുടെ ജിത്തു ജോസഫും ലാലേട്ടനും ആദ്യമായിട്ട് ഒന്നിച്ച പടം, അതായത് നമ്മുടെ ദൃശ്യം. ഈ പടം അതേപോലെ തന്നെ 2013 ഡിസംബർ 19 ഒരു ക്രിസ്മസ് ടൈമിലാണ് ഇറങ്ങിയത്. അപ്പോൾ ഈ പടം അന്ന് ക്രിസ്മസിന് തിയേറ്ററിൽ പോയി കണ്ട ഒരു ഓർമ്മ എനിക്കുണ്ട്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ നിന്നാണ് ഈ ഒരു പടം പോയി കണ്ടത്. അന്ന് സ്കൂളിൽ നിന്ന് ഇങ്ങനെ സിനിമയൊക്കെ കാണാൻ പോയിട്ടുണ്ട്, ഒരു 2 പടം കാണാൻ പോയിട്ടുണ്ട്, ദൃശ്യവും സ്കൂൾ ബസ്സും. അപ്പം പിന്നെ ഫസ്റ്റ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടവും കൂടാണ് ദൃശ്യം. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. അപ്പോൾ ദൃശ്യം എത്രത്തോളം വലിയ ഹിറ്റായെന്നുള്ളത് നമുക്ക് ആർക്കും പറയേണ്ട ആവശ്യമില്ല. കാരണം മലയാളത്തിൽ തന്നെ ഫസ്റ്റ് 50 കോടി പടം, അതേപോലെ തന്നെ അത്രയും എത്രയോ ലാംഗ്വേജസിൽ റീമേക്ക് പോയിട്ടുള്ള പടമാണ്. അത് ചൈനയിൽ വരെ റീമേക്ക് ചെയ്യാൻ പോകുന്ന പടമാണ് ദൃശ്യം. അപ്പോൾ അത്രത്തോളം വലിയൊരു ഹിറ്റായിട്ടുള്ളൊരു പടമാണ് ദൃശ്യം. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പറയാം. പക്ഷേ അതിന് മുമ്പ് തന്നെ ബറോസിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാം, ബറോസിന്റെ എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ മോഹൻലാൽ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഡയറക്ട് ചെയ്യുന്ന പടമാണ്. ലാലേട്ടൻ ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്നൊരു പടമാണ് ബറോസ് എന്നുള്ളത്. പിന്നെ ലാലേട്ടൻ അവസാനമായിട്ടും ഡയറക്ട് ചെയ്യുന്നൊരു പടമായിരിക്കും എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. പക്ഷേ അതേപോലെ തന്നെ അദ്ദേഹം തന്നെ അതിനകത്ത് അഭിനയിക്കുന്നതും, ലാലേട്ടൻ തന്നെ അതിനകത്ത് മെയിൻ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നതും. അപ്പോൾ അതാണ് ഏറ്റവും വലിയ എക്സ്പെക്ടേഷൻ. പിന്നീട് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണെന്ന് വെച്ചാൽ സന്തോഷവും സിനിമാറ്റോഗ്രഫി എന്ന പടം. അപ്പോൾ അതും ഇത് രണ്ടുമാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ബറോസിനെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻ. കാരണം ബറോസിൻ്റെ ഒരു ട്രെയിലറൊക്കെ ഇറങ്ങി, അതിനകത്തുള്ള വിഷ്വൽസ് ഒക്കെ വെച്ചാൽ അത്രത്തോളം അടിപൊളിയാണ്. അപ്പം അതൊക്കെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഈ ഒരു ബറോസിന് വേണ്ടി. പിന്നെ റിയൽ 3Dയിൽ ഷൂട്ട് ചെയ്തേക്കുന്ന പടമാണ്. ലൈക്ക് 2Dയിൽ എടുത്ത് 3Dയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന പടമൊന്നുമല്ല. ഫസ്റ്റ് തന്നെ 3Dയിൽ എടുക്കണമെന്ന് വിചാരിച്ച് 3Dയിൽ തന്നെ ഷൂട്ട് ചെയ്തൊരു പടമാണ് ബറോസ്. അപ്പം അങ്ങനെ ആ ഒരു എക്സ്പെക്ടേഷൻ കാര്യങ്ങളുണ്ട്. പിന്നെ ബറോസിന്റെ പ്ലോട്ട് എങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഡിഗാമ എന്ന് പറഞ്ഞൊരു രാജാവ്, പോർച്ചുഗീസ് രാജാവ് ഇവിടെ വിട്ടിട്ട് പോയ നിധികളൊക്കെ കാത്തു സൂക്ഷിക്കാനായിട്ട് വെച്ചൊരു ഒരാളാണ് ഈ ബറോസ്. അപ്പം നൂറ്റാണ്ടുകളോളം ആ ഒരു നിധി പുള്ളി സംരക്ഷിച്ചു കൊണ്ടുപോയി അതിന്റെ ശരിക്കുള്ള ഉടമസ്ഥര് വരുന്നവരെ അത് സൂക്ഷിച്ച് നിൽക്കുന്ന ഒരാളാണ് ഈ ബറോസ് എന്ന് പറയുമ്പോൾ. അപ്പൊ അതിൽ ബറോസിനുണ്ടാകുന്ന പ്രശ്നങ്ങളും പിന്നെ അതിന്റെ ശരിക്കുള്ള ഉടമസ്ഥറയിൽ ആ ഒരു നിധി കിട്ടിയെന്നൊക്കെ ഉള്ളതായിരിക്കും ഈ ഒരു കഥ. പിന്നെ ഒരു കംപ്ലീറ്റ് ഫിക്ഷണൽ ഫാന്റസി പടമാണ്. ലൈക്ക് ഒരു കൂടുതലും കുട്ടികളെയൊക്കെ ടാർഗറ്റ് ചെയ്ത് എടുക്കുന്നൊരു പടമാണ്. അപ്പോൾ ഫാമിലി ഓഡിയൻസ് ഒക്കെ കയറാൻ നല്ല രീതിക്ക് ചാൻസ് ഉണ്ട് നല്ലതായിട്ട് വന്നു കഴിഞ്ഞാൽ. അങ്ങനെയൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബറോസിൽ നല്ല പ്രതീക്ഷയുണ്ട്, നല്ലൊരു ഹൈപ്പും എക്സ്പെക്ടേഷനും കാര്യങ്ങളും ഉണ്ട്. പിന്നെ മോഹൻലാൽ ഫാൻ ആയതുകൊണ്ടും. പക്ഷേ മെജോറിറ്റി ആൾക്കാർക്കും ശരിക്കും പറഞ്ഞാൽ ബറോസിൽ ഒരു പ്രതീക്ഷയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങുന്നെന്ന് അറിയാത്ത പലരും ആൾക്കാരും ഉണ്ട്. അപ്പം അതേപോലെ തന്നെ വലിയ രീതിക്ക് എനിക്ക് നേരിട്ട് അറിയാവുന്ന പലർക്കും ഈ ഒരു പടത്തിനെ പറ്റി ചോദിക്കുമ്പോൾ വലിയ രീതിക്ക് ഒരു പ്രതീക്ഷയുള്ള തോന്നുന്നില്ല. എങ്കിൽ പോലും ദൃശ്യം പോലെ നേര് പോലെയൊക്കെ വലിയൊരു ഹിറ്റ് ആവണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പം ദൃശ്യമായാലും നേരായാലും ഒരു ത്രില്ലർ പടങ്ങളാണ്. പക്ഷെ ഇതൊരു കംപ്ലീറ്റ് ഫാന്റസി ഫിക്ഷൻ പടമാണ്. പിന്നെ 3Dക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ബേസിക്കലി ഒരു കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു പടമാണ്. അപ്പൊ എന്തായാലും ക്രിസ്മസിന് വന്ന് വലിയ രീതിക്ക് ഹൈപ്പ് ഒന്നും ഇല്ലാതെ റിലീസായി വലിയ രീതിക്ക് ഹിറ്റടിച്ച ദൃശ്യവും നേരമൊക്കെ പോലെ തന്നെ ബറോസും വലിയ ഹിറ്റ് ആവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം എന്തായാലും നമ്മൾ ഈ പടത്തിന് മോശമാണ്, നെഗറ്റീവാണ് വരുന്നതെങ്കിൽ ഓക്കെ, അതൊരു സൈഡിലോട്ട് വെക്കാം, പോട്ടെ. പക്ഷേ ഇതിന് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അത്രത്തോളം വലിയൊരു കളക്ഷൻ ഒക്കെ ഇതിന് കിട്ടും, ഉറപ്പാണ്. മിനിമം 100 കോടി അല്ലെ, മിനിമം പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ മിനിമം 100 കോടി എന്തായാലും കളക്ട് ചെയ്യും. കാരണം ഒരു മോഹൻലാൽ പടത്തിന് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത് ആർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ല, അത് കൊച്ചു പിള്ളേർക്ക് വരെ അറിയാമല്ലോ. അപ്പൊ എന്തായാലും നല്ല രീതിക്ക് നല്ലൊരു പടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഡിസംബർ 25 ഇറങ്ങുന്നതിന്റെ അന്ന് തന്നെ ഒരു പടം പോയി കാണുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പടം കണ്ടുവന്നതിന് ശേഷം പറയാം. അപ്പം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പടത്തിനോട് എക്സ്പെക്ടേഷൻ ഹൈപ്പ് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ ശരി.